കേരളത്തിലെ കോൺഗ്രസ് ആടി ഉലയുകയല്ലേ എന്നൊരു സംശയം. കാരണം ഇവർക്ക് ശരിയായ രീതിയിൽ ഒരു പ്രതിപക്ഷമാകാൻ കഴിയുന്നില്ല. വേണ്ട തരത്തിൽ ഭരണവിരുദ്ധ വികാരം മുതലെടുക്കാൻ കഴിയുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച് അത് അതിശക്തമായ ഒരു പോരാട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയുന്നില്ല. ഇത് പൊതുവെ കോൺഗ്രസിനുള്ള ഒരു സ്വഭാവം തന്നെയാണ്. അവസാന നിമിഷം ആവുമ്പോഴാണ് അവരുടെ ഒരുക്കങ്ങൾ ആരംഭിക്കുക. പിന്നെ കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിൽ പോയി. ഈ ഒരു മട്ടിലാണ് കോൺഗ്രസ്സുകാർ. ഇനി ഒരു വട്ടം കൂടെ ഭരണമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. അത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് പലവട്ടം ഞങ്ങളും ഒക്കെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസിന് അങ്ങനെ സംഭവിച്ചാൽ മുന്നണിയിലുള്ള ഘടകകക്ഷികളിലും ചോർച്ച ഉണ്ടാകും. അപ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ നമുക്കറിയാം, മത്സരിക്കാൻ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം കിട്ടുമോ, അതിനും തന്നെ ഒരു മത്സരമാണ്. സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം കിട്ടിയാൽ മത്സരിക്കാൻ ഇറങ്ങുന്ന സ്ഥാനാർത്ഥികൾ കോൺഗ്രസിന്റെ തന്നെ പാരയില്ലാതെ ജയിച്ചു കയറി വരാൻ കഴിയുമോ? ഇനി ജയിച്ചു കയറി വന്നു കഴിഞ്ഞാൽ UDF അധികാരമുണ്ടെങ്കിൽ ഏത് തരത്തിലൊരു മന്ത്രിസ്ഥാനം നേടിയെടുക്കാം? ഇതൊക്കെയാണ് ആലോചിക്കുന്നത്. അവനവന്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രസ്ഥാനം എന്ന് പറയുന്ന ഒന്നിനെ ഈ കോൺഗ്രസ്സുകാർ അത്ര കാര്യമായിട്ട് നോക്കാറില്ല. അതുകൊണ്ട് കോൺഗ്രസിൽ നമുക്കറിയാം, എന്തിനും ഏതിനും നിരയായി നിൽക്കും. പെട്ടിയെടുപ്പുകാർ വരെ ഒരു തവണ ഒരു സീറ്റ് കിട്ടുമോ എന്ന് നോക്കി നിൽക്കുകയാണ്. ചിലപ്പോൾ പെട്ടിയെടുപ്പുകാരും കയറിപ്പോയിട്ടുണ്ട്. അതൊക്കെയാണ് കോൺഗ്രസിന്റെ ചരിത്രം. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിരനിരയായിട്ട് നിൽക്കുമ്പോൾ 140 നിയോജക മണ്ഡലങ്ങളല്ലേ ഉള്ളൂ, അത്രയുമായി കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. കോൺഗ്രസ് അധികാരത്തിൽ വരുമോ എന്ന് സംശയിക്കുന്ന പലരും ഉണ്ട്. പാലോടി രവി പറഞ്ഞ കാര്യം ഇപ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. കോൺഗ്രസ് ഒരു എടുക്കാച്ചരക്കായി മാറും. അങ്ങനെ എടുക്കാച്ചരക്കായി മാറുമ്പോൾ ഈ കോൺഗ്രസിനകത്തുള്ളവരെല്ലാം ഇങ്ങോട്ടേക്ക് പോകും. ഇപ്പൊ നമുക്കറിയാം, UDF അധികാരത്തിൽ വരുമോ എന്നൊരു സംശയമുണ്ട്. എന്നാൽ LDF അധികാരത്തിൽ വരും എന്നുറപ്പിച്ച് പറയാനും കഴിയുന്നില്ല. അതാണിപ്പോൾ കേരളത്തിലെ സ്ഥിതി. UDF അധികാരത്തിൽ വരുമോ എന്ന് സംശയിക്കുന്നതിന്റെ കാര്യം അത് UDFന്റെ കഴിവുകേട് കൊണ്ടും അവരുടെ ഈ പണ്ടേ ദുർബല എന്ന് പറഞ്ഞ പോലുള്ള കാര്യമാണ്. അവരുടെ പല പിടിപ്പുകേട് കൊണ്ടാണ് അധികാരത്തിലേക്ക് വരാൻ കഴിയാത്തത്. ഇനിയും LDF വരാൻ കഴിയും എന്നുറപ്പ് പറയാൻ കഴിയുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പല പല തിരിച്ചടികളും അവർക്ക് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇവര് ഹൈന്ദവ സമുദായത്തെ ലക്ഷ്യം വെച്ച് മുന്നേറുകയും ചെയ്യുന്നുണ്ട്. അതേ അവസരത്തിൽ ഈ രണ്ട് മുന്നണികൾ കൂടാതെ NDA മുന്നണിയും കേരളത്തിൽ ശക്തി പ്രാപിക്കുന്നു. കേരളത്തിൽ NDA മുന്നണി BJP എത്ര സീറ്റ് നേടും എന്നുള്ളതാണ് നോക്കുന്നത്. ആ BJP എത്ര സീറ്റുകൾ നേടിയാലോ ഇല്ലയോ അത് വേറെ കാര്യം. എന്തായാലും ഇവിടെ ഒരു വലിയ ഇടം പിടിക്കുന്നുണ്ട്. കോൺഗ്രസിനകത്ത് സ്ഥാനാർത്ഥി മോഹികളായിട്ടുള്ള നിരവധി പേരുണ്ട്. ആ സ്ഥാനാർത്ഥി മോഹികളുടെ ഇടയിലേക്കാണ് BJPയിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം കിട്ടാഞ്ഞിട്ട് സന്ദീപ് വാര്യർ അപ്പുറത്തേക്ക് കോൺഗ്രസിലേക്ക് പോയത്, അവരുടെ വായി ചെന്ന് ചാടിയത്. അങ്ങനെ ഇപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിനകത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇടം കിട്ടിയാലും വേണ്ട തരത്തിലുള്ള പദവി ജയിച്ചു വന്നു കഴിഞ്ഞാൽ പദവി പോലും കിട്ടാതെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ നേതാക്കന്മാർ മിക്കവാറും BJPയിലേക്ക് പോകും. കേരളത്തിലെ 4 പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാരും BJPയിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കും. ഇപ്പൊ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ മാസ്റ്റർ പ്ലാനിൽ നിൽക്കുകയാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കനുസരിച്ച് 11 ഇടങ്ങളിൽ അവർക്ക് 1-ാം സ്ഥാനം, 9 ഇടങ്ങളിൽ 2-ാം സ്ഥാനം. പിന്നെ ഉള്ള ഒരു 20 മണ്ഡലത്തോളം ഏതാണ്ട് നല്ല രീതിയിൽ വോട്ട് വർധനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഈ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലങ്ങള് 1-ാം സ്ഥാനവുമായിട്ട് വലിയ അന്തരമില്ലെന്ന് കൂടി ഓർക്കണം. ഒന്ന് ആഞ്ഞു പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വിജയത്തിലേക്ക് വരെ കുതിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ്.
അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങൾ നിൽക്കുന്നത് കൊണ്ട് അതനുസരിച്ചാണ് ഇവർ സ്ഥാനാർത്ഥി പട്ടികയിൽ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ 11 ഇടങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് BJP ലോക്സഭയിൽ നിൽക്കുന്ന ആ മണ്ഡലങ്ങളിൽ കേരളത്തിലെ തലമുതിർന്ന എ ക്ലാസ് മണ്ഡലമായി കണ്ട് മുതിർന്ന നേതാക്കന്മാരെ തന്നെ വിജയം ഉറപ്പാക്കാൻ സാധ്യതയുള്ള നേതാക്കന്മാരെ തന്നെ, അതായത് ഇപ്പൊ കുമ്മനം രാജശേഖരനോ MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, അനൂപ് ആന്റണി, ഇങ്ങനെയുള്ള PK കൃഷ്ണദാസ്, ഇങ്ങനെയുള്ളവരുടെ ഒരു നിരയായിരിക്കും അങ്ങോട്ട് തീർച്ചപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിലേക്ക് വരുന്നത് ബി ക്ലാസ് മണ്ഡലങ്ങളാണ്. ഈ 11 ഇടങ്ങളിലെ 9 ഇടങ്ങളിൽ 2ാം സ്ഥാനത്താണ്. അവിടെ ആ സെക്കൻഡ് നിരയായിരിക്കും സ്ഥാനാർത്ഥി പട്ടിക. അങ്ങനെ 20 മണ്ഡലങ്ങൾ. പിന്നെ ഇവർ ഒരു 20 മണ്ഡലങ്ങളില് ഈ ക്രൈസ്തവ വിഭാഗത്തിന് കുറച്ച് മാറ്റിവെച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പോൾ തന്നെ ക്രൈസ്തവര് മുഖം BJPയിൽ ധാരാളമുണ്ട്. ജോർജ് കുര്യൻ, ജേക്കബ് തോമസ്, അനൂപ് ആന്റണി, അൽഫോൺസ് കണ്ണന്താനം, ഇങ്ങനെ നീണ്ടുപോകുന്നു. ഇനിയും അത് ആ പട്ടിക നീണ്ടുപോകാനുള്ള സാധ്യതയാണുള്ളത്. കാരണം ഈ കൂടുതൽ കാര്യങ്ങളിലേക്ക് ക്രൈസ്തവരും BJPയും തമ്മിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് കടക്കുമ്പോൾ അത് കൂടുതലായിട്ടും അടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലേക്ക് വരുമ്പോൾ ഈ 20 മണ്ഡലങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നീടുള്ള 20 മണ്ഡലങ്ങൾ, അവിടെ BJP ചെയ്യാൻ പോകുന്നത് ഈ ക്രൈസ്തവ മുഖങ്ങൾക്ക് കൊടുക്കും. കൂടാതെ മറ്റു പാർട്ടികളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ചേക്കേറാൻ റെഡിയായിട്ട് നിൽക്കുന്നവരുണ്ട്. കാരണം കേരളത്തിൽ എന്തായാലും ഇനി അങ്ങോട്ട് NDAയുടെ BJPയുടെ ഒരു സ്പേസ് കൂടിക്കൂടി വരികയാണ്. 2026 കാര്യം LDFO UDFO എന്ന് ഉറപ്പ് പറയാൻ കഴിയാത്ത സ്ഥിതിയിൽ നിൽക്കുമ്പോൾ ഇവരുടെ കാര്യം ഇങ്ങനെ നിൽക്കുകയാണ്. ആ സ്ഥിതിക്ക് എങ്ങോട്ടേക്ക്, കാരണം ചില കോൺഗ്രസ് നേതാക്കന്മാർ അതൃപ്തരായി നിൽക്കുന്നുണ്ട്, മുതിർന്നവരുമുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ രംഗത്തേക്ക് വരാൻ തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ടല്ലോ. ഇപ്പൊ PJ കുര്യനെ പോലുള്ളവര് വലിയ സ്ഥാനമോഹികളാണ്. ഇവർക്ക് എങ്ങനെയെങ്കിലും അധികാരത്തിൽ കയറിയിരിക്കണമെന്നും പറഞ്ഞാണ് നോക്കിയിരിക്കുന്നത്. കാരണം ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ ഇവർ കുറെ നാൾ നിന്നതാണ്. ഇനി അവിടെ നിന്നിട്ട് യാതൊരു കഥയുമില്ല. അവരൊക്കെ പായും തെറുത്ത് കെട്ടി ഇങ്ങി പോകുന്നു. ഇപ്പൊ AK ആന്റണി തന്നെ നോക്ക്, ഡൽഹിയിലെ വാസമെല്ലാം അവസാനിപ്പിച്ച് ഇവിടെ അല്ലേ കഴിയുന്നത്. കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു പച്ചപ്പുണ്ട്, അവിടെ നിൽക്കാം. അങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുന്നവരൊക്കെയാണ് ഇപ്പൊ സ്ഥാനമോഹികളായിട്ടുള്ളത്. ഇപ്പൊ VM സുധീരൻ എന്താണ് കുഴപ്പം? അവരെയൊക്കെ ഒരുപക്ഷെ ഈ മുൻനിര നേതാക്കന്മാർ എന്നുള്ള രീതിയിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്താം. ഇനി പിന്നീട് വരുന്നവരോ, ചിലരെയൊക്കെ എല്ലാവരെയും തൃപ്തിപ്പെടുത്താനായിട്ട് കഴിയത്തില്ല സ്ഥാനാർത്ഥി പട്ടിക. അങ്ങനെ വരുമ്പോൾ അവർ അതൃപ്തരായിട്ട് BJPയിലേക്ക് പോകും. തിരുവനന്തപുരത്തും കൊല്ലം ജില്ലയിലുമുള്ള 4 പ്രമുഖ നേതാക്കന്മാരാണ് BJPയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത്. അവർ BJPയിലേക്ക് ചെന്നാൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കും. കാരണം ഇങ്ങനെ വരുന്നവർക്ക് വേണ്ടി ഒരു സ്പേസ് BJP ഇട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള സ്ഥാനാർത്ഥി പട്ടിക ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് വരുന്നവർക്കും പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട്. അതും കൂടിയുണ്ട്. ക്രൈസ്തവ വിഭാഗത്തിന് പ്രത്യേക പരിഗണനയാണ്. ഈ പ്രത്യേക പരിഗണനയിൽ പെടാത്ത ആളാണ് ഈ അനൂപ് ആന്റണി. അനൂപ് ആന്റണി അല്ലാതെ തന്നെ മെയിൻ നിരയിൽ പെട്ടു നിൽക്കുന്ന ആളാണ്. അല്ലാതെ ഏറ്റവും അവസാനം വരുന്ന ക്രൈസ്തവ മുഖങ്ങളുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഈ അവിടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കാതെ ഇനിയുള്ള കാലം NDA മുന്നണിയിൽ നിൽക്കാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി കേരളത്തിൽ BJPയുടെ കാലമാണ് വളരുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇങ്ങോട്ട് കടക്കാൻ നിൽക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ള ചില നേതാക്കന്മാരാണ് കൂടുതലായിട്ടും BJPയിലേക്ക് കയറാൻ നിൽക്കുന്നത്. കാരണം അവർക്കറിയാം കേരളത്തിന്റെ രാഷ്ട്രീയം ഏത് തരത്തിൽ മുന്നോട്ട് പോകുന്നു. LDF എത്ര നേടും, UDF എത്ര നേടും, ഈ BJPക്ക് എവിടെയെല്ലാം സ്പേസ് പിടിക്കാൻ കഴിയും എന്നുള്ള കാര്യം അറിയാൻ കഴിയുന്നു. ആ സ്ഥിതിക്ക് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലുള്ള 4 കോൺഗ്രസ് നേതാക്കന്മാർ BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടുന്നത് ഉറപ്പായ കാര്യമാണ്.
4 നേതാക്കൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കതറിട്ട 4 നേതാക്കന്മാരെ അല്ല പറഞ്ഞിരിക്കുന്നത്. വളരെ മുതിർന്ന 4 പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ. നമുക്കറിയാം 2026 രമേശ് ചെന്നിത്തലയെ പോലുള്ള ഒരാൾക്ക് മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ UDF അധികാരത്തിൽ വന്നാൽ പിന്നെ കേരളത്തിൽ സംഭവിക്കുന്നത് എന്തായിരിക്കും? അതേപോലുള്ള നേതാക്കന്മാരൊക്കെ എങ്ങോട്ടേക്ക് പോകും? BJP-യിലേക്ക് പോകും എന്നുള്ളതാണ്. അപ്പോൾ ഈ 4 സ്ഥാനാർത്ഥികൾ ആരാണെന്നുള്ളത് ഇനിയും വരുന്ന വീഡിയോകളിൽ ഞാൻ പറയാം.